എല്ലാവർക്കും ഇന്നത്തെ വിശേഷത്തിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വിശേഷം നമ്മൾ മുൻകൂട്ടി എടുത്ത് കഴിഞ്ഞാണ്. ഇന്നലെ നമ്മളെ വെഡ്ഡിങ് ആനിവേഴ്സറി ആണ്, എല്ലാവർക്കും അറിയാം. അപ്പോൾ ഞങ്ങൾ രാത്രിക്കത്തെ കുറച്ച് വിശേഷം പരിപാടി, നമുക്ക് കുറച്ച് ഗിഫ്റ്റ് ഇടുന്ന പരിപാടി, പിന്നെ എല്ലാവരും കൂടിയെന്നും കുറച്ച് ആൾക്കാരൊക്കെ വന്നു. പിന്നെ നമ്മൾ അറിയാത്തൊരു അതിഥി വന്നു, പിന്നെ വേറെ രണ്ടാൾക്കാർ വന്നു. പിന്നെ എല്ലാവരും കൂടിയാണ്ട് ചെറിയൊരു പരിപാടി എല്ലാവരും പാടെ കളറാക്കി തന്നല്ലേ അമ്മ? നമ്മളിപ്പോ അങ്ങനെ കരുതിയില്ല. എന്താ കഴിക്കണ വയ്ക്കണ്ടേ അന്ന് തീരുമാനിച്ചില്ല. പിന്നെ അമ്പലത്തിൽ പോക്ക് കഴിഞ്ഞപ്പോ തീരുമാനിച്ചു. അപ്പൊ എല്ലാരും വരാന്ന് പറഞ്ഞ് വന്നു. ഇപ്പൊ ഇന്റെയൊക്കെ ജീവിതത്തിൽ ഇത്രയും വയസ്സായിട്ട് ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു വെഡിങ് ആനിവേഴ്സറി നമ്മള് കഴിഞ്ഞത്. വളരെ സന്തോഷമുണ്ട്. ഒരു കോടി കിട്ടാന്ന് പറഞ്ഞാല് പണ്ടത്തെ കാലൊക്കെ പുതിയ ഒരു സാധനം കിട്ടുവെച്ച എത്രയും സന്തോഷം അറിയാം. അപ്പൊ തന്നെ എടുക്കും. ഇപ്പൊ പിന്നെ അത് എങ്ങോട്ട് പോകുമ്പോഴും പുതിയത് മേടിക്കും. കല്യാണം എന്തെങ്കിലും വിഷയമൊക്കെ ഉണ്ടാകുമ്പോൾ വാങ്ങും. അന്ന് ഓണത്തിനും വിഷുവിന് അങ്ങനെയൊക്കെ ഉള്ളെടുക്കുക. പിന്നെ ഡ്രസ്സ് പറ്റ കീറിയിട്ട് ഉള്ളെടുക്കുക. അല്ലാതെ എന്നും ഡ്രസ്സ് എടുക്കൊന്നുമില്ല. അന്ന് അത്രയൊക്കെ ഉള്ളതിനും. അപ്പൊ എന്നാല് നമ്മളന്നത്തെ വിശേഷങ്ങള് കണ്ടുവരാം. നമ്മളെ വെഡിങ്ങിന് പ്രവേശിനെ കാണാനല്ലോ അവിടെ വിജയേട്ടൻ. പിന്നെ വേറൊരാളും കൂടി വന്നിട്ടുണ്ട്. നമ്മളെ അജ്മലിക്കട്ടെ ഗൾഫിലേന്നു വന്നിട്ടുള്ളൂ. നമ്മള് കാണാൻ വന്ന വെട്ടത്തൂരാണ് വീട്. അജ്മലിക്ക രാവിലെ ഒന്ന് വിളിച്ചിരുന്നു. അന്ന് പോകാനായില്ല അജ്മലിക്ക. ഒരു മാസമായില്ല വന്നിട്ട്? ഒരു മാസമായി. പിന്നെ കഴിഞ്ഞ വർഷത്തെ വെഡിങ്ങിന് ഞങ്ങൾ വിജയേട്ടന്റെ ചേച്ചിന്റെ അടുത്ത് ഞങ്ങൾ അവിടെ ഈ സമയത്തൊക്കെ ഞങ്ങൾ അവിടെയാണ്. അപ്പൊ അതില് ഇപ്പൊ അജ്മലിക്കും കൂടിയാൽ വളരെ സന്തോഷമുണ്ട്. അല്ല അജ്മലിക്ക് എന്തേലും പറയും. ഒരു പാട്ട് അജ്മലിക്കൊക്കെ മതി. അപ്പോൾ ഈ വെഡിങ്ങിന് നമുക്ക് വലിയ സന്തോഷം. ഞങ്ങൾ കോഴിക്കോട്ട് നിന്ന് പ്രവേശിച്ച് വിജയേട്ടനൊക്കെ എനിക്ക് ഒരിക്കലും വിശ്വസിക്കാൻ പറ്റിയിട്ടില്ല കേട്ടോ വരുന്ന്. അതുകൊണ്ട് തന്നെ രാവിലെ പിന്നെ ഞാൻ ചോദിച്ചു എന്താ വരുമോന്ന്. കാരണം അതെ ജോലി തിരക്കല്ലേ വിജയേട്ടനും അതേപോലെ പ്രവേശിക്കൊക്കെ ജോലി ഇല്ലായിരുന്നു. അതൊക്കെ ഒഴിവാക്കിയിട്ട് ഇപ്പൊ ഇത്ര ചെറിയ സിമ്പിൾ കാര്യത്തിന് നമ്മുടെ അടുത്തേക്ക് വരുമോന്ന് എനിക്കറിയില്ലേന്നു. അറിഞ്ഞാണ്ട് അങ്ങനെ വീഡിയോ കണ്ടിട്ട് ഇങ്ങനെ പരിപാടി ഉണ്ടെന്ന് അജ്മൽക്കൊക്കെ അറിയുന്നു. പക്ഷെ ഇങ്ങനെ എല്ലാരും വരുന്ന അറിയില്ലേന്നു. പിന്നെ സിന്ധേച്ചി സ്വന്തേച്ചി പിന്നെ ഇവര് എന്തായാലും വരും അറിയാലോ. പിന്നെ അനിയേട്ടനും വായിക്കുട്ടി ചേച്ചിമാരെല്ലാരും സൈക്കാട് എടുക്കണ്ട. ഒന്ന് അജിമേച്ചൊക്കെ പോവാനേ കൊണ്ടാക്കി വരാം. ഇതൊരു ചെറിയ പരിപാടിയൊക്കെ ഉണ്ട് നമുക്ക്. ഉച്ചക്ക് നമ്മള് ഭക്ഷണമൊക്കെ ഉണ്ടാക്കിയെന്നു കേട്ടോ. ബിരിയാണിയൊക്കെ ഉണ്ടാക്കി. അതൊന്നും നമ്മൾക്ക് കാണിക്കാനൊന്നും പറ്റില്ല. കുറെ നേരം ആയിരുന്നു ഭക്ഷണം കഴിച്ചപ്പോ. ബിരിയാണിയൊക്കെ ഉണ്ടാക്കി. സന്ധ്യച്ചി വകാല സ്പെഷ്യൽ ബിരിയാണി. ഇനി രാത്രി നമ്മൾക്ക് ഇതേപോലെ തന്നെ എന്തേലും ആക്കണം. കാരണം എല്ലാരും വരും. കുട്ടികളൊക്കെ ഇനി വൈകുന്നേരത്തിന് വരാണ്ട്. വൈകുട്ടീന്റെ അമ്മയൊക്കെ വരും. അപ്പൊ എല്ലാരും കൂടും. അതേപോലെ ഇതാ നമ്മളെ പ്രവേശിക്ക് എന്താ ഒരു ടെൻഷന് ഇല്ല. ബായ്മോള് അങ്ങനെ തന്നെയാണ്. ബായ്മോളോട് എന്തും പറയാൻ പറയില്ല. അനിയേട്ടാ ഇതാ അനിയേട്ടൻ അനിയേട്ടൻ എന്നും ഭയങ്കര തിരക്കുള്ള ആളാണ് കേട്ടോ. പക്ഷെ നമ്മളെ ഏത് കാര്യത്തിലും ഒപ്പം എങ്ങനെയെങ്കിലും എത്തിപ്പെടും. എന്തുണ്ടെങ്കിലും എത്തിപ്പെടും. വിൽക്കാനൊക്കെ കൊണ്ടാക്കി വന്നു. സമയം കുറച്ചായി. രാത്രി എന്തൊക്കെ പരിപാടി? ബിരിയാണി, പായസം, കേക്ക് മുറി തുടങ്ങിയല്ലേ അമ്മ? എന്ത് പായസം? അടപ്പായസം.
സന്ധ്യ ചൂടാറിയിട്ട് കുപ്പി സന്ധ്യന്റെ സ്പെഷ്യൽ ഏതാ അനി മതി നമുക്കിത് പേരിടാം അതെ പിന്നെ സന്ധ്യന്റെ സ്പെഷ്യൽ എടുത്ത് തന്ന അമ്മേന്റെ സ്പെഷ്യല് കാണിച്ചല്ലോ അല്ലെങ്കിൽ അതല്ല അതില് ബിരിയാണി വെട്ടിക്ക് ഞങ്ങള് ബിരിയാണി എവിടെ ഇവിടെ ചെമ്പ് ചെമ്പ് ഇവിടെ പൊട്ടിച്ച വേണ്ട എന്തൊക്കെ നോക്കാം അയ്യോ ചൂടാ എന്തെന്താ നോക്കട്ടെ അതല്ല പൊട്ടിക്കാന്ന് പൊട്ടിച്ച ബിരിയാണി അത് പുതിയ ഉണ്ടാക്കിയ ഉച്ചക്ക് വേറെ നമ്മള് കുറച്ചുണ്ടാക്കി അപ്പൊ ഡ്രസ് മാറേ മതിയാ പ്ലാസ്റ്റിക്കിന്റെ ബക്കറ്റ് ഞങ്ങള് ഒരു കുഴപ്പം പറ്റില്ല ഇവൾക്ക് എങ്ങനെ ബക്കറ്റ് പൊട്ടതൊന്നും ഭാവിക പരിപാടി സൂപ്പറാ അപ്പൊ ഞങ്ങൾക്ക് കേക്ക് വെക്കുക അള്ളിയപ്പോ വരും പ്രവേശിയൊക്കെ പോവാനായിട്ടുണ്ട് രാത്രി തന്നെ പോവാണ്. രാത്രി തന്നെ പോവാണ് കുട്ടിയോടെ ഒറ്റയ്ക്കല്ലേ. ഇന്നലെ അജമേൽക്ക് ആ ടൈമിലൊക്കെ പങ്കെടുത്തു ഉച്ചയ്ക്കുള്ള. അതെ. അല്ല ഇത് ചോറ് മാത്രം ചിക്കൻ വറണം. അപ്പൊ നമുക്ക് തുടങ്ങാൻ നോക്കാം നമ്മളെ കേക്ക് മുറി. ഇവരത് രണ്ടാമത്തെ പറഞ്ഞില്ല വെഡിങ് ഒന്ന് സമയം കിട്ടിയില്ലല്ലോ. സമയം കിട്ടിയില്ല. പക്ഷെ നമ്മള് ബർത്ത്ഡേ ആഘോഷിച്ചല്ലേ. അതെ. ഭാവിക്ക് എന്താ പറയുക അച്ഛന്റെ ബർത്ത്ഡേ വെഡിങ്? ആതിര ഇതെവിടെ എന്താ പറയാ വെഡിങ് എന്താ പറയാ ഞങ്ങളോട്? സർപ്രൈസ് ആണ് ഞങ്ങള് ഞങ്ങള് കഴിഞ്ഞു ഞങ്ങള് മറന്നല്ല പിന്നെ രണ്ടുപേർക്ക് തിരക്കായി. രണ്ടും തിരക്കായതാണ്. ഞാൻ അടുത്ത പ്രാവശ്യം നമുക്ക് അടിപൊളിയാക്കാം. അത് നമ്മക്ക് നമ്മളെ കുടിയിരിക്കലിന്റെ ഒന്ന് തലേന്ന് ഉഷാറാക്കാം അല്ലേ? കേക്ക് വാങ്ങി കൊടുക്കാം. ശരിയാ കേക്ക് അവിടെ കേക്ക് മുറിക്കണ്ടേ? റെഡിയാക്കിയത് അല്ലേ? അടിപൊളിയായിട്ടുണ്ടെന്ന് എല്ലാരും പറയുന്നത്. അപ്പൊ ഉച്ചയ്ക്ക് ഒരു ദമ്മിട്ടു, രാത്രി വേറെ. 2 പ്രാവശ്യം വെച്ചില്ലേ? ഇവിടെ എന്താ കല്യാണ പെണ്ണ് ഒരുങ്ങ? ആതിര കല്യാണ പെണ്ണ് ഒരുക്കാൻ കഴിഞ്ഞില്ലേ? അതെ എന്റെ കുട്ടീനെ ഒരുക്കിക്കൊണ്ടിരിക്കുക. ഞങ്ങൾ രണ്ടും കൂടി തെറ്റി ഇപ്പൊ മുണ്ടി എന്റെ മരോ പറയും എന്റെ മരോ പറയാൻ വെച്ചാല് നല്ല രസമാണിക്കാൻ വേണ്ടത്. എന്റെ പറ്റില്ല. ഹലോ ഭാവി കല്യാണ പെണ്ണ ഭാവി കേക്ക് എടുത്തോണ്ടേ. എന്താ വായിക്ക എന്നാ മുറിച്ച കേക്ക് മുറുക്കി. ഷിജിയൊന്ന് കൈയാക്കി രണ്ടാളും മുറുക്കിയ വയസ്സന്മാരല്ലേ മുറുക്കി പറഞ്ഞു. ഇനി വലിയ കഷ്ണം എടുത്ത് തിന്നോളെ. വലിയ ഒരു കഷ്ണം പ്ലേറ്റിക്ക് എടുത്ത് വെക്കുക. ഒരു പ്ലേറ്റ് കഴുകിയത് അവിടെ നിർത്തല്ലേ എടുത്ത് വെക്കുക.
ഫോട്ടോ എടുക്ക് അതാദ്യം കഴിഞ്ഞു ഞാനെടുത്ത് ഞാൻ അമ്മയ്ക്ക് എടുക്ക് രുചിയും കൊടുക്കാൻ അമ്മയ്ക്ക് രുചി കൊടുക്കാൻ അമ്മയ്ക്ക് ഞാൻ ഉണ്ടാക്കും ഫോട്ടോ കൊണ്ടിടുന്ന അതിനൊക്കെ കുടിക്കുക എല്ലാരും കുടിക്കും പ്രവചേച്ചി ഇവരൊക്കെ കുടിക്കും രണ്ട് സമ്മാനം സാധ്യല്ല രണ്ട് സമ്മാനം രണ്ട് സമ്മാനം ഞാതാ ഫോട്ടോ രണ്ടാൾ ഇങ്ങനെ ആദ്യമായിട്ടാണ് സംഭവം അല്ലേ സന്ധ്യ കൊടുന്നുണ്ട് ആദ്യം അല്ല പിന്നെ വിജയേട്ടനൊക്കെ ആദ്യം ഇവിടെ കൊടുന്നത് തന്നിട്ടോ അന്ന് എടുത്തില്ല നമ്മള് എന്താ ഇപ്പൊ അല്ല ഇപ്പൊ ഫസ്റ്റ് ആട്ടെ ഒന്നുകൂടി ഇങ്ങനത്തെ ജീവിതത്തിൽ വലുത് ആദ്യമായിട്ടാണ് വളരെ സന്തോഷം അല്ല ഇങ്ങനെ നമ്മള് കഴിച്ചിട്ടില്ല ഇങ്ങനെ നമ്മള് കഴിച്ചിട്ടില്ല ആദ്യമായിട്ടാണ് വളരെ സന്തോഷം നമ്മൾ ഓരോന്നും ആഘോഷിക്കാം പേടിച്ചിട്ട് ഇപ്പൊ എല്ലാ കേക്ക് വേണ്ട അല്ല പോവല്ലേ ഫോട്ടോ എടുക്കാൻ അപ്പൂസ കൊടുത്തു അങ്ങനെയല്ലോ ഇങ്ങനെ മാണ്ടോണ്ട് കൊടുക്കണില്ലേ ആതിര ഫോൺ വിളിക്കി ആതിര അമ്മയ്ക്ക് ഇനി കൊടുക്ക് അനി കൊടുക്ക് അനിയല്ലേ ക്രീമല്ലാതെ നല്ല രുചി ഷുഗർ ക്രീം കൊടുക്കാം കേട്ടോ. ഞാനോ ഞാൻ അമ്മ തരില്ല എന്താ ഇപ്പൊ കഴിഞ്ഞില്ലേ ഇനി നമുക്ക് അപ്പുട്ടേട്ട കൊടുക്കില്ല ഞാൻ അമ്മ കൊടുത്തിട്ടില്ല കൊടുക്കില്ല അപ്പൂസേ എഡിറ്റ് ചെയ്ത് ഫസ്റ്റിലേക്ക് കൊണ്ടുവരണം. നീ പാട്ടിട്ട് കൊടുക്കി ചെറിയ കഷ്ണം കൊടുത്ത നീ പാട്ടിട്ട് അടിപൊളി ഞാൻ മുറിച്ച കുട്ടിയെ കൊടുത്തു ഇപ്പൊ ഞങ്ങൾക്ക് ഭക്ഷണം കഴിക്കല്ല പറയാതെ ഒരാൾ വന്ന് കൊടുക്കണ്ടേ ഞാൻ കൊടുക്കാനില്ല ഞാൻ ആരൊന്നും അറിയില്ല ഒരാളുണ്ട്. ഞാറാ മനു സന്ധ്യ എന്നാ ബിരിയാണി കളിപ്പിക്കട്ടോ പ്ലേറ്റ് എടുത്തിട്ട് വരുമോ
പൂവേ എനിക്ക് വേണ്ട കേട്ടോ ഭാവി, എനിക്ക് വേണ്ട. ഇത് കേക്ക് വേൾഡ് എന്നല്ലേ മേടിച്ച് കേക്ക് വേൾഡ് ആയാലും ടേസ്റ്റ് ഇന്ത്യന്റെ കണ്ടോണോ ഷേപ്പ് വേറെ വ്യത്യാസം ഉഷാറായില്ലേ? അപ്പൂസ് ഒറ്റയ്ക്കുള്ള തീറ്റയാണ്, നമ്മള് തിന്നില്ല. ഇഷ്ടമായിട്ടോ? ഉച്ചക്കത്തെ ഉള്ളത് രാത്രി വേറെ തന്നെയാണ്. അടിപൊളിയാണ്. എരിവും കാര്യങ്ങളൊക്കെ കുരുമുളകിന്റെ ഇട്ടാണ്. പായസം മറക്കണ്ട. സന്ധ്യ എന്താ സ്പെഷ്യൽ എടുത്ത്? കേക്ക് ഉണ്ടോ കുട്ടിക്ക്? എന്താ സ്പെഷ്യൽ ഉണ്ടാക്കി? കവറിൽ തരാൻ ഇപ്പൊ സന്ധ്യ അച്ചാറിന്റെ സ്പെഷ്യലിസ്റ്റ് ആണ്. ഞങ്ങൾക്കൊരു അച്ചാർ ബിസിനസ് തുടങ്ങണം, വഴുകാതെ കേട്ടോ. ഒരു അച്ചാർ പിടിച്ചിട്ട് ആൾക്കാർക്ക് സെയിൽ ചെയ്യാം. അന്ന് ഉണ്ടായി തന്നിട്ടുണ്ട്, പിന്നെ ടേസ്റ്റ് നമ്മൾ പറയണം കേട്ടോ. നടത്തുന്നുണ്ട് അത് കുട്ടിക്ക് അല്ല, അച്ചാറും കേക്കും കൂടി മിക്സ് ആവൂല കേട്ടോ. കേക്ക് വെച്ചിട്ട് മത്ത് പിടിച്ച് അച്ചാറിന്റെ ബിസിനസ് തുടങ്ങണം കേട്ടോ. അച്ചാർ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്, എങ്ങനെയാവും നോക്കട്ടെ. അല്ലെ കൊറേ ആൾക്കാരെ കൊടുത്തില്ലേ? ഇവര് ഉണ്ടാക്കി കൊണ്ടുവന്നിരുന്നു ഉച്ചക്ക്. ഇത് കറുത്ത കർമൂസ, പല അച്ചാറുകളും ഉണ്ടാക്കലുണ്ട് അല്ലേ? അടിപൊളി. സൗണ്ട് ചാർജ് ഇല്ല. അല്ലല്ല, അത് ചാർജ് ചെയ്ത് ആ സാധനം എടുത്തില്ലേ? അപ്പൊ ഞങ്ങൾ ഇറങ്ങട്ടെ. ആയിക്കോട്ടെ. ഓക്കെ, എല്ലാരോടും എല്ലാം എടുത്തുണ്ട്. അങ്ങനെയൊന്ന് കൊടുക്കി, അതൊന്നും കാണണ്ടല്ലായിരുന്നു. കണ്ട് ഓക്കെ, ശരി. യാത്ര അപ്പോ ശരി, ഞാറ് പരിപാടികൾ ഗംഭീരാക്കണം. കൊണ്ടിരിക്കല് സാറാക്കണം. കോഴിക്കോട് എത്തണം അല്ലേ? 2 മണിക്കൂർ. അപ്പൊ ഞമ്മക്ക് കഴിക്കാം. കേക്കുന്നില്ലേ? ഭക്ഷണം കഴിക്കാം. ചെക്കന്മാര് പേരും എടാ ജിഷ്ണു പോയോ? ജിഷ്ണുണ്ട് അവിടെ. അപ്പൊ ജിഷ്ണുന്റെ സർപ്രൈസ് കൊടുക്കുന്നുണ്ടല്ലേ? എന്താന്നൊക്കെ എന്താ അപ്പൊ ഇത് രാവിലെ എടുത്ത ഫോട്ടോ അല്ലേ? ഇന്നത്തെ ഫോട്ടോ ഇന്നെടുത്ത ഫോട്ടോ ഇതൊന്നും രാവിലെ എടുത്തല്ലേ? അപ്പൊ ഇത് നമ്മളിന്നെടുത്ത ഫോട്ടോ ആണ്. ഇക്കല്ലോ എന്താ ചെയ്ത് ഇപ്പോഴത്തെ ഫോട്ടോ ഇപ്പൊ തന്നെ ശരിയാക്കി തരും. അതാണ് ജിഷ്ണുദാസ് ആൻഡ് ഡൂസി. ഗേൾസിന്റെ ഓപ്പോസിറ്റ്. ഇതാണ് ഭയങ്കര സർപ്രൈസ് ആയതൊന്നല്ലേ? വരൂല, ഒരു ഫോട്ടോ എടുക്കാതെ മനസ്സിലായിട്ട്. അമ്മ ഇവിടെ വരുന്ന സാധനം ഇവിടെ വരി. അമ്മ ഇതുണ്ടോ? എപ്പോ കണ്ടല്ലേ?
അത് കണ്ടു. ആ ഞാൻ കണ്ടു. കണ്ടേ ആ വഴി മുറിഞ്ഞ ഇതിലല്ലേ എവിടെ ഇനി എനിക്ക് അടി കൊടുക്കേ. കണ്ടില്ലേ ഇത് സർപ്രൈസ് അല്ലേ? ഇത് ഇന്നെടുത്ത ഫോട്ടാണ് അല്ലേ? സൂപ്പറായിട്ടാ ഇന്നെടുത്ത ഫോട്ടോ അത്. ഇന്ന് ഞങ്ങൾ എടുത്ത ഫോട്ടോ രാവിലെ. അപ്പൊ ഒന്നെ ചെയ്തു അത് ഞങ്ങൾ രണ്ടാളാണ് അളിയാ. അങ്ങനെ വെക്കരുത്, രസം ഉണ്ടാവില്ല. എന്തോ ഒരു പോലെ തോന്നാ. പ്രതീക്ഷിക്കുന്നതല്ലോ ഇതുവരെ അങ്ങനെ ഫോട്ടോ ഇല്ല. ഒന്നും കിട്ടില്ല ജീവിതത്തിൽ ആദ്യമായിട്ടല്ല. കല്യാണത്തിന് പോലും ഫോട്ടോ എടുത്തിട്ട് അല്ലേ? അതിപ്പോ ഇല്ല കേട്ടോ, ഒരൊറ്റ ഫോട്ടോ പോലും ഇല്ല. ഇപ്പൊ ഈ വർഷമായിട്ട് എത്രയോ സാധനങ്ങൾ കിട്ടിയിട്ട് നസറാക്കാനുണ്ട്. ഭക്ഷണമൊക്കെ സെറ്റായില്ലേ? സന്ധ്യ അങ്ങനെ ഭക്ഷണം എങ്ങനെയൊക്കെയല്ല അല്ലാത്തവരോട് ചോദിച്ചിട്ട് ഓളെ ഉണ്ടാക്കിയപ്പോ സാറല്ലേ? അപ്പൊ സാർ അടിപൊളിയല്ലേ? ഇഷ്ടമാകുന്നുണ്ട്. ടേസ്റ്റ് ഉണ്ട്. ആദര കഴിച്ചില്ല? ഭാവി എങ്ങനെയുണ്ട്? പൊളിയ? ഇതോട് വളർന്ന് വിടൂല. ടേസ്റ്റ് ഉണ്ട്. നേരം വൈകി. എന്താണ് ആർക്കുണ്ടല്ലോ നല്ലോണ്ട്. ഇത് എത്ര വീഡിയോ എടുത്താലും വേണ്ടില്ല. തിന്നില്ലേ? ഇപ്പൊ സന്ധ്യ പോയി. ഉച്ചക്ക് പ്രഭാബിജു കോഴിക്കോട്. പ്രഭാബിജു കോഴിക്കോട് പോയ സന്ധ്യ. സന്ധ്യ പോയിട്ടോ. അപ്പൊ ആയിക്കോട്ടെ. ചോറ് ഉഷാറാണ്. അപ്പൊ നമ്മളെ കുടിരിക്കലിന് ക്ഷണിക്കും മഞ്ജു എല്ലാരെയും. കുടിരിക്കല് 23-ാം തീയതി ആണ് കേട്ടോ. ഇനി എല്ലാരും നേരത്തെ കാലത്താണ് വരിക. നമ്മള് ക്ഷണിച്ചില്ലാന്ന് പറയാൻ നിൽക്കണ്ട. ഞായറാഴ്ച എല്ലാരും വരും. നാരങ്ങയല്ലേ ഇത്? കഴിഞ്ഞ പരിപാടികളൊക്കെ കഴിഞ്ഞല്ലേ? പരിപാടികൾ കഴിഞ്ഞു. എല്ലാരും സന്ധ്യേച്ചി പോയിട്ടോ. സന്ധ്യേച്ചിക്ക് പോവണം. സിന്ധ്യേച്ചി രാവിലെ പോവുള്ളൂ. കളിയുന്നുണ്ട്. അപ്പുട്ടേട്ടനും അമ്മ കടന്നോട്ടെ. കടന്നോളെ, ഇനി കടന്നോളെ. കുഞ്ഞ് അതിരെ അന്യൊക്കെ ഉണ്ട് ഇവിടെ. ഇനിയൊരിപ്പോ പോരാ. അല്ല പറഞ്ഞായിക്കോല. ഒരു പോണില്ല. ഞാൻ ഒരു കുടിരിക്കൽ ഒയ്യോളം. ആതിരയാണ് ഫുള്ള് പണി. അല്ല ബിരിയാണി വെക്കണത് ഞാനാണ്. അല്ല കൊറേ സമയം കേട്ടോ ഇവിടെ ഇങ്ങനെ ഇരിക്കുക രസമായിട്ട്. അപ്പൊ ഞാൻ നാളെ വേറെ വിശേഷമായിട്ട് വരല്ലേ? എല്ലാവർക്കും എല്ലാവർക്കും ബൈ. കുട്ടി ചിക്കൻ